കാക്കയും പാമ്പും. ഒരു വലിയ ആൽമരത്തിൽ കൂടുകൂട്ടി ഒരു അച്ഛൻ കാക്കയും അമ്മക്കാക്കയും താമസിച്ചിരുന്നു. അമ്മക്കാക്ക ഇടുന്ന മുട്ടകളെയെല്ലാം അടുത്തൊരു പൊത്തിൽ താമസിച്ചിരുന്ന ഒരു പാമ്പ് വന്ന് ആരും കാണാതെ തിന്നും. കുറേ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചപ്പോൾ അമ്മക്കാക്ക കരഞ്ഞുകൊണ്ട് അച്ഛൻ കാക്കയോട് ആ മരം വിട്ട് വേറെ മരത്തിലേക്ക് താമസം മാറണമെന്ന് ശാഠ്യം പിടിച്ചു. ഒരു കുഞ്ഞെങ്കിലും കൂട്ടിലില്ലെങ്കിൽ എന്തിനാണ് തീറ്റ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാണ് വൈകിട്ട് മടങ്ങി വരുന്നത്? അപ്പോൾ അച്ഛൻ കാക്ക പറഞ്ഞു, വരട്ടെ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ട് ഒന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും പോംവഴിയുണ്ടാക്കാം. അച്ഛൻ കാക്ക പറന്നുപോയി തൻ്റെ ചങ്ങാതിയായ കുറുക്കനെ കണ്ട് കാര്യം പറഞ്ഞു. മഹാസൂത്രക്കാരനാണ് കുറുക്കൻ. കുറുക്കൻ പറഞ്ഞു, ശരി, ഞാനൊരു ഉപായം പറഞ്ഞു തരാം, അത് ചെയ്തു നോക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള പുഴയിൽ കുളിക്കാൻ വരുന്ന രാജാവിൻ്റെയോ റാണിയുടെയോ ആഭരണം കൊത്തിയെടുത്ത് പാമ്പിൻ്റെ പൊത്തിലിടുക. അത്രയും ചെയ്താൽ മതി, ബാക്കി നടക്കേണ്ടതുപോലെ നടന്നുകൊള്ളും. അച്ഛൻ കാക്ക പറന്നുപോയി. കുറേ അലഞ്ഞ് മടങ്ങി വരുമ്പോൾ റാണി പരിവാരസമേതം പുഴയിൽ കുളിക്കാനിറങ്ങിയത് കണ്ടു. കാക്ക റാണിയുടെ ഒരു മാല കൊത്തിക്കൊണ്ട് വന്ന് പാമ്പിൻ്റെ പൊത്തിലിട്ടു. മാല കൊത്തിക്കൊണ്ട് പോകുന്നത് കണ്ട് പരിവാരങ്ങൾ വടിയും കുന്തവുമായി കാക്കയുടെ പിന്നാലെ പാമ്പിൻ്റെ പൊത്തിന് സമീപം വന്നു. മാലയെടുക്കാനായി പാമ്പിനെ അവർ അടിച്ചു കൊന്നു. അച്ഛൻ കാക്കയുടെയും അമ്മ കാക്കയുടെയും പിന്നെയുണ്ടായ മുട്ടകളെല്ലാം വിരിഞ്ഞു. നല്ല ഓമന കുഞ്ഞുങ്ങളുണ്ടായി. അച്ഛൻ കാക്കയും അമ്മ കാക്കയും അവരോടൊപ്പം സുഖമായി താമസിച്ചു.